ഹായ് കൂട്ടുകാരെ, എല്ലാവരും ഹാപ്പി അല്ലേ? ഞങ്ങൾ ഹാപ്പി ആയിട്ട് വരുന്ന വരവ് കണ്ടില്ലേ? ആനയും വെഞ്ചാമരവും പറഞ്ഞ പോലെ. അങ്ങനെ ഇന്ന് ഞങ്ങൾ കുറേ ബൊഗൈൻവില്ലകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബൊഗൈൻവില്ലകൾ വാങ്ങിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ആ ചെടികളിലുള്ള പൂക്കളോടുള്ള ഇഷ്ടമാണ്. പൂക്കൾ പൂത്ത് കഴിഞ്ഞാൽ ഏകദേശം 2 മാസത്തോളം അവർ നല്ല ഫ്രഷ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. പിന്നെ വലിയ പരിപാലനമൊന്നും വേണ്ട. കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് വെള്ളം കിട്ടി അവർ ഹാപ്പി ആയിട്ട് ഇങ്ങനെ വളർന്ന് പൂത്തുലഞ്ഞ് നിൽക്കും. നമ്മളും ഹാപ്പി, അവരും ഹാപ്പി. അങ്ങനെ അവരെ കൊണ്ടുവന്ന് വെച്ച് അവർ ചട്ടിയിൽ വയ്ക്കാനുള്ള മണ്ണ് മിക്സ് ചെയ്യാണ്. ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി, എല്ലുംപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ആട്ടിൻ കാഷ്ടം കുറച്ചുണ്ടായിരുന്നു, അതും കൂടെ മിക്സ് ചെയ്തു. അവരുടെയൊക്കെ ക്വാണ്ടിറ്റി ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ. അവർ ചൂട് കൂടുതൽ ഐറ്റംസാണ് അതെല്ലാം. അപ്പോൾ ഈ ചൂടത്ത് അതുകൂടെ കൂടുതലായി കഴിഞ്ഞാൽ ചെടി ഉണങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം കൊണ്ടുവന്ന് നല്ലപോലെ മിക്സ് ചെയ്യണേ. കാരണം മണലില്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ബാക്കിയുള്ള ഐറ്റംസൊക്കെ നല്ലപോലെ മിക്സ് ചെയ്യണം. മണലിന് പകരം എംസാൻഡ് ചേർക്കുന്നുണ്ട് പലരും. പക്ഷെ ഞാൻ എംസാൻഡ് ഒന്നും ഇട്ടില്ല. എംസാൻഡ് വീട്ടിലുണ്ടെങ്കിൽ കൂടെ ഞാനത് ഇടുന്നില്ല. പക്ഷേ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നാക്കി റെഡിയാക്കി വെച്ചു. 18 ചെടികളെന്ന് വാങ്ങിച്ചാൽ 18 ചെടികളും ഓരോന്നായിട്ട് കവറിൽ വെച്ച് സെറ്റ് ചെയ്തു. 18 ചെടികളെന്ന് എടുത്ത് പറയാൻ കാരണം ഇത് റോഡ് സൈഡിൽ ഒരു സ്ത്രീ ഇത്ര ചെടികൾ കുറേ ചെടികൾ വിൽക്കുന്നുണ്ട്. അവരുടെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് ബൊഗൈൻവില്ലയോടുള്ള ആക്രാന്തം കൂടെ കണ്ടപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നുകൊണ്ടാണ് ഞാൻ ഇത്രയും ചെടികൾ വാങ്ങിച്ച് കൊണ്ടുവന്നത്. ഈ ചെടികൾ വെച്ച് നട്ടുപിടിപ്പിക്കുന്ന ഇടയിൽ എൻ്റെ ലിയോ കുഞ്ഞ് ഇങ്ങനെ നോക്കുന്നുണ്ട്. അവൻ ഉറക്കം വന്നിട്ട് വയ്യ, അവന് വിശപ്പിൻ്റെ വിളി തുടങ്ങി തോന്നുന്നു. ദയനീയ അവസ്ഥയിലൊക്കെ എന്നെ നോക്കി. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു കുറച്ച് നേരം കൂടെ അവിടെ കിടക്ക്, ഫുഡൊക്കെ ഞാൻ തരാമെന്നും പറഞ്ഞ് ഈ ചെടികളെല്ലാം ഓരോന്ന് സ്റ്റാൻഡിൽ കൊണ്ടുപോയി വെക്കും. സ്റ്റാൻഡിൽ കൊണ്ടുവച്ച് അവർക്കെല്ലാം ഒന്ന് നനച്ചു കൊടുക്കും. രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ഈ കുളിർമയുള്ളൊരു കാഴ്ച കാണുമ്പോൾ ഒരു സുഖം വേറെ അല്ലേ? അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ കുഞ്ഞു ചെടികളൊക്കെ വെച്ച് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ നോക്കുക. പറ്റാവുന്ന രീതിയിൽ പൂക്കളൊക്കെ വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.